മീനിൻ്റെ വായിക്കൂടെ കയറി എങ്ങോട്ടാണെന്നല്ലേ? ഇത് കോട്ടയംകാർക്ക് അധികം അറിയാൻ വഴിയുണ്ടാവില്ല. ഇത് കുമരകത്തിന് അടുത്തുള്ള കൊഞ്ചുമട എന്ന സ്ഥലത്തിനടുത്തുള്ള നാലുപങ്ക് എന്ന സ്ഥലമാണ്. അവിടെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. പണ്ട് തൊട്ടേ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണെന്ന് ആണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. മോൻ സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോൾ അന്ന് എനിക്കും പോയേക്കാമെന്ന് കരുതി ഞങ്ങൾ പോകുന്ന സ്ഥലമാണ്. കുമരകമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, നീ കണ്ടിട്ടില്ലോ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയ ഒരു സ്ഥലമാണ്. എനിക്കവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സ്പേസ് ആയിരുന്നു, നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ. കണ്ടില്ലേ, അവിടെ മീനിൻ്റെ വയറിനകത്ത് കയറി ഇരിക്കുന്ന പോലെയുള്ള ഇരിപ്പിടങ്ങളൊക്കെയുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി അതിനകത്ത് കയറി ഇരുന്നു. ഉടനെ ചേട്ടനോട് ചോദിക്കുകയും ചെയ്തു, ഇതാരാ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട ന്യൂ ജനറേഷൻ മത്സ്യകന്യകയൊന്ന്. അത് മീനിൻ്റെ അകത്ത് കയറി ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ മാത്രമല്ല, വേറെയും പലതരം ഇരിപ്പിടങ്ങൾ അവിടെ ഉണ്ട്. കണ്ടില്ലേ, വള്ളത്തിൻ്റെ മോഡൽ ഷേപ്പുള്ളത്. വളരെ നല്ലൊരു സ്പേസാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. നല്ല കാറ്റും വെയിലും ഒന്നും ഇല്ലാതെ നല്ല സുഖമായിരുന്നു അവിടെ അതുവഴി നടക്കാൻ തന്നെ. നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു എനർജി തന്നെ കിട്ടും. ഞങ്ങളൊരു ഉച്ച സമയത്താണ് പോയതെങ്കിലും വലിയ വെയിലില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതിൻ്റെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള പോർഷൻസ്. ഇവിടെ നിന്ന് പോയി ഒരു കായലിൻ്റെ ഭംഗി നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കപ്പിൾസൊക്കെ വരുന്ന കണ്ടു. അപ്പം കപ്പിൾസിന് മാത്രമല്ല, ഫാമിലിക്കും ഒക്കെ നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. പണി തീരാത്തത് കൊണ്ടായിരിക്കാം അതിൻ്റെ രണ്ട് വശങ്ങളിലൊന്നും വലിയ വൃത്തിയൊന്നും ഞാൻ കണ്ടില്ല. കാടൊക്കെ പിടിച്ച് പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിഞ്ഞായിരുന്നു ഇരുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രമല്ല, പകൽ സമയങ്ങളിലും കുട്ടികളും ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു സ്ഥലമാണ്. നല്ല പോസിറ്റീവ് മൈൻഡായിട്ടുള്ളവർക്കാണ്. ഫാമിലിക്കും കുട്ടികൾക്കും മാത്രമല്ല, കപ്പിൾസിനും പറ്റിയ നല്ല സ്ഥലമാണ്. അവരെ കൂടെ നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.